തന്ത്രശാലിയായ കുറുക്കൻ. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കുറുക്കച്ചന്റെ കഥയാണ്. സൂത്രശാലിയായ കുറുക്കച്ചന്റെ കഥ. കുന്നിമണിക്കാട്ടിലാണ് കൂട്ടുകാരായ മുയൽക്കുട്ടനും മാൻകുട്ടനും താമസിക്കുന്നത്. പ്രഭാതമായാൽ രണ്ടുപേരും കൂടി വീട്ടിൽ നിന്നിറങ്ങും. കാറ്റും കൊണ്ട് കിന്നാരം പറഞ്ഞ് പുൽമേടുകളിൽ പോയി ഭക്ഷണം കഴിച്ച് ചിരിച്ച് സന്ധ്യയോടെ തിരിച്ചു വീട്ടിലേക്ക് പോകും. അതേ കാട്ടിലാണ് കിട്ടുകുറുക്കൻ താമസിക്കുന്നത്. ആൾ മഹാസൂത്രശാലിയാണ്. പണിയെടുക്കാതെ എങ്ങനെ ആഹാരം സംഘടിപ്പിക്കാം എന്നതാണ് കുറുക്കന്റെ ചിന്ത. ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്ന മുയൽക്കുട്ടനെയും മാൻകുട്ടനെയും കാണുന്നത്. അവരെ കണ്ടതും കുറുക്കച്ചൻ വിചാരിച്ചു, ആഹാ, നല്ല തടിച്ചു കൊഴുത്ത മാൻകുട്ടനും മുയൽക്കുട്ടനും. ഇവരെ കിട്ടിയാൽ കുശാലായി. ഒരാഴ്ചത്തേക്ക് വേറെ ഒന്നും നോക്കണ്ട. ഇവരെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ ആക്രമിക്കാൻ ഒരുങ്ങിയാലും അപകടമാണ്. ശരീരം കേടാക്കാതെ എങ്ങനെ രണ്ടിനെയും ശാപ്പിടാം? ഇതാലോചിച്ച് തല പുകയ്ക്കുകയായിരുന്നു കുറുക്കൻ. പെട്ടെന്ന് കുറുക്കനൊരു ബുദ്ധി തോന്നി. അവൻ എന്തു ചെയ്തെന്നോ? മുയൽക്കുട്ടൻ ഇല്ലാത്ത തക്കം നോക്കി മാൻകുട്ടന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ മാൻകുട്ട, നിന്റെ കാര്യം കഷ്ടം തന്നെ. നിനക്ക് ഇങ്ങനൊരു സുഹൃത്തിനെ എവിടെന്ന് കിട്ടി? ആരുടെ കാര്യമാ നീ പറയുന്നത്? നിന്റെ കൂട്ടുകാരൻ മുയൽക്കുട്ടന്റെ കാര്യം തന്നെയാ ഞാൻ പറയുന്നത്. അവൻ എന്തു പറ്റി? അവൻ എന്റെ നല്ല സുഹൃത്താണല്ലോ. പിന്നെ നല്ല സുഹൃത്ത്, അത് നിന്റെ വിശ്വാസം. അവൻ എന്താ നിന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അവൻ പറയുകയാ, നീ ഒരു മണ്ടനാണെന്ന്, നിനക്ക് ഒന്നും അറിയില്ല എന്ന്. നീ അപകടത്തിലൊന്നും ചെന്നു പെടാത്തത് അവൻ നിന്റെ ഒപ്പം ഉള്ളത് കൊണ്ടാണെന്ന്. എനിക്കിതെല്ലാം കേട്ട് ദേഷ്യം വന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നീ ഇത് അവനോടൊന്നും പോയി ചോദിക്കാൻ നിൽക്കണ്ട. ഞാനായിട്ട് വെറുതെ എന്തിനാ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ വിള്ളലുണ്ടാക്കുന്നത്? അത് ശരിയല്ലല്ലോ. ഇത് കേട്ട് ദേഷ്യം വന്ന മാൻ അവിടെ നിന്നും ഓടിപ്പോയി. ആ സമയത്ത് മാനിനെ അന്വേഷിച്ച് മുയൽക്കുട്ടൻ അവിടേക്ക് വന്നു. അവനെ കണ്ടതും കുറുക്കൻ പറഞ്ഞു, ഓ, നീ നിന്റെ കൂട്ടുകാരനെ അന്വേഷിച്ച് വന്നതായിരിക്കും അല്ലേ? അവൻ ഇവിടെ നിന്നും പോയല്ലോ. ഞാൻ കരുതിയത് അവൻ നിന്റെ നല്ല സുഹൃത്താണ് എന്നാണ്. ഓ, അതിനിപ്പോൾ എന്തു പറ്റി? അവൻ എന്റെ നല്ല സുഹൃത്ത് തന്നെയാ, സംശയമില്ല. ഓ പിന്നെ, നല്ല സുഹൃത്തുക്കളായിരുന്നെങ്കിൽ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് മോശമായി ഒന്നും സംസാരിക്കുകയില്ല. അവൻ പറയുകയാ, ഒരു ഓട്ട മത്സരം നടത്തിയാൽ നീ അവന്റെ 7 അയലത്ത് പോലും എത്തില്ലെന്ന്. ഒരു ആമയുടെ ഒപ്പം മത്സരം വെച്ചാൽ പോലും നീ തോറ്റുപോകുമെന്നാണ് അവൻ പറഞ്ഞത്. ഇത് കേട്ട് മുയൽക്കുട്ടനും ദേഷ്യം വന്നു. അടുത്ത ദിവസം രാവിലെ മുയൽക്കുട്ടനും മാൻകുട്ടനും പുൽമേട്ടിൽ വെച്ച് കണ്ടുമുട്ടി. രണ്ടുപേരുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. രണ്ടുപേരും പരസ്പരം പോരാടാൻ തയ്യാറായി നിന്നു. ഇത് കണ്ട് മരക്കൊമ്പിലിരുന്ന മൂന്നാച്ചേട്ടൻ ചോദിച്ചു, കുട്ടികളെ, എന്തു പറ്റി? നിങ്ങൾ രണ്ടുപേരും ദേഷ്യത്തിലാണല്ലോ. വഴക്കുകൂടിയോ? ഇത് കേട്ട മുയൽക്കുട്ടൻ പറഞ്ഞു, മൂന്നാച്ചേട്ടാ, ഇവൻ ഇന്നു മുതൽ എന്റെ സുഹൃത്തല്ല. ഇവൻ എന്നെക്കുറിച്ച് ആ കുറുക്കച്ചാരോട് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഒരാമയുടെ കൂടെ ഓട്ട മത്സരം നടത്തിയാൽ പോലും ഞാൻ തോറ്റുപോകുമെന്ന്. എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഇത് കേട്ട മാൻകുട്ടൻ പറഞ്ഞു, ഞാനോ? ഞാനങ്ങനെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. നീയല്ല എന്നെക്കുറിച്ച് മോശമായി കുറുക്കച്ചനോട് പറഞ്ഞത്.
ഞാൻ കുറുക്കച്ചനോട് എന്ത് പറഞ്ഞു എന്നാ നീ പറയുന്നത്? സത്യമായിട്ടും ഞാൻ നിന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കേട്ടു നിന്ന മൂങ്ങാച്ചേട്ടന് കാര്യം മനസ്സിലായി. മൂങ്ങാച്ചേട്ടൻ പറഞ്ഞു, കുട്ടികളെ, കുറുക്കച്ചൻ നിങ്ങളെ മണ്ടന്മാരാക്കുകയായിരുന്നു. അതാ അങ്ങോട്ട് നോക്കൂ. കുറുക്കച്ചൻ ആ കുറ്റിക്കാട്ടിനുള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങളെ തമ്മിൽ പിരിക്കാനും നിങ്ങൾ വഴക്കുകൂടി തളരുമ്പോൾ നിങ്ങളെ പിടിച്ച് തിന്നാനുമായിരിക്കും അവൻ ഈ കള്ളം മുഴുവൻ പറഞ്ഞത്. ഇത് കേട്ടതും മാൻകുട്ടനും മുയൽക്കുട്ടനും കാര്യം മനസ്സിലായി. രണ്ടുപേരും കൂടെ മൂങ്ങാച്ചേട്ടനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിക്കുന്ന കുറുക്കനെ പിടിക്കാൻ പോയി. തന്നെ പിടിക്കാൻ പാഞ്ഞു വരുന്ന മുയൽക്കുട്ടനെയും മാൻകുട്ടനെയും കണ്ട കുറുക്കന് കാര്യം അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. അവൻ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. കൂട്ടുകാരെ, അപരിചിതനായ കുറുക്കനെ കണ്ണുമടച്ച് വിശ്വസിച്ച മുയലിനും മാനിനും പറ്റിയ അമളി കണ്ടില്ലേ? എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പും 1-2 വട്ടം ചിന്തിക്കുക. ശരിയായ തീരുമാനമെടുക്കാൻ അത് നിങ്ങളെ സഹായിക്കും. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.